വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. സാമുവേലിന്റെ 1-ാം പുസ്തകം 9-ാം അധ്യായം. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഒരാളുണ്ടായിരുന്നു. അവന്റെ പേര് കിഷ്. ഒരു വീരകേസയായ അവൻ ഒരു ബെഞ്ചമിൻകാരന്റെ മകനായ അഫിയായുടെ മകനായ ബക്കോറാത്തിന്റെ മകനായ സേറോറിന്റെ മകൻ അബിയേലിന്റെ പുത്രനായിരുന്നു. അവന് സാവുൾ എന്നു പേരുള്ള യൗവനയുക്തനും ഗുണവാനുമായ ഒരു പുത്രനുണ്ടായിരുന്നു. അവനേക്കാൾ ഉത്തമനായി ഇസ്രായേലിൽ മറ്റാരുമില്ലായിരുന്നു. തോൾ മുതൽ മേൽപോട്ട് അവൻ സർവ്വജനത്തെക്കാളും ഉയരമുള്ളവനായിരുന്നു. സാവൂളിന്റെ പിതാവായ കിഷിന്റെ കഴുതകൾ വഴിതെറ്റി അലയുകയായിരുന്നു. അപ്പോൾ കിഷ് തന്റെ മകനായ സാവൂളിനോട് പറഞ്ഞു, നിന്നോടൊപ്പം ഭൃത്യന്മാരിൽ ഒരുവനെയും കൂട്ടി ഒരുങ്ങിപ്പോയി കഴുതകളെ അന്വേഷിക്കുക. അവൻ എഫ്രായിം മലയിലൂടെ കടന്നു, ശരീഷ ദേശത്തിലൂടെയും കടന്നു. എന്നാൽ അവർ അവയെ കണ്ടെത്തിയില്ല. പിന്നെ അവർ ശലീം ദേശത്തിലൂടെ കടന്നു, ഫലമുണ്ടായില്ല. അങ്ങനെ അവൻ ബെഞ്ചമിൻകാരുടെ നാട്ടിൽ കടന്നു, എന്നാൽ കണ്ടെത്താനായില്ല. അവർ സൂഫ് ദേശത്തെത്തിയപ്പോൾ തന്നോടൊത്തുണ്ടായിരുന്ന ഭൃത്യനോട് സാവുൾ പറഞ്ഞു, വരൂ, നമുക്ക് തിരികെ പോകാം. അല്ലെങ്കിൽ എൻ്റെ പിതാവ് കഴുതകളെക്കുറിച്ചുള്ള ഉത്കണ്ഠ വിട്ട് നമ്മെപ്പറ്റി ആകുലനാകും. എന്നാൽ അയാൾ അവനോട് പറഞ്ഞു, ഇതാ, ഈ പട്ടണത്തിൽ ആദരണീയനായ ഒരു വ്യക്തി, ഒരു ദൈവപുരുഷനുണ്ടത്രേ. അദ്ദേഹം ഉരിയാടുന്നതെല്ലാം വന്നു ഭവിക്കും. ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. നാം പോകേണ്ട വഴി ഒരുപക്ഷെ അദ്ദേഹം നമുക്ക് വ്യക്തമാക്കിയാലോ. സാവൂൾ തന്റെ ഭൃത്യനോട് പറഞ്ഞു, ഇതാ, നമ്മൾ പോകുന്നു. പക്ഷേ എന്താണ് നാം അവന് കൊണ്ടുപോകുക? നമ്മുടെ സഞ്ചിയിലുള്ള അപ്പം തീർന്നു പോയല്ലോ. എന്താണ് നമ്മുടെ പക്കലുള്ളത്? ദൈവപുരുഷന് സമ്മാനമായി കൊണ്ടു ചെല്ലാൻ ഒന്നുമില്ല. ഭൃത്യൻ സാവൂളിനോട് പ്രത്യുത്തരിക്കുന്നത് തുടർന്നു കൊണ്ട് പറഞ്ഞു, ഇതാ, എൻ്റെ കൈവശം ഒരു 1/4 ശെക്കൽ വെള്ളി നാണയമുണ്ട്. ഇത് ഞാൻ ദൈവപുരുഷന് കൊടുക്കാം. അപ്പോൾ അദ്ദേഹം നമുക്ക് നമ്മുടെ വഴി വ്യക്തമാക്കി തരും. മുൻകാലങ്ങളിൽ ഇസ്രായേലിൽ ദൈവത്തെ ആരായുന്നതിന് ഒരുവൻ പോകുമ്പോൾ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്, വരുവിൻ, നമുക്ക് ദീർഘദർശിയുടെ അടുത്തുവരെ പോകാം. കാരണം ഇന്നത്തെ പ്രവാചകൻ മുൻകാലങ്ങളിൽ ദീർഘദർശി എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. സാവൂൾ തന്റെ ഭൃത്യനോട് പറഞ്ഞു, നിന്റെ നിർദ്ദേശം കൊള്ളാം, വരൂ, നമുക്ക് പോകാം. അങ്ങനെ അവർ ദൈവപുരുഷനുള്ള പട്ടണത്തിലേക്ക് നടന്നു. അവർ പട്ടണത്തിലേക്ക് ഒരു കയറ്റത്തിലൂടെ പോകുമ്പോൾ വെള്ളം കോരാൻ പുറത്തിറങ്ങിയ യുവതികളെ കണ്ടുമുട്ടി. അവർ പട്ടണത്തിലേക്ക് ഒരു കയറ്റത്തിലൂടെ പോകുമ്പോൾ വെള്ളം കോരാൻ പുറത്തിറങ്ങിയ യുവതികളെ കണ്ടുമുട്ടി. അവരോട് അവർ ചോദിച്ചു, ദീർഘദർശി ഇവിടെ എങ്ങാനും ഉണ്ടോ? അവർ അവരോട് മറുപടിയായി പറഞ്ഞു, ഉണ്ട്. ഇതാ, നിന്റെ മുമ്പേ തന്നെ വേഗമാകട്ടെ. കാരണം ഇന്നാണ് അദ്ദേഹം പട്ടണത്തിലേക്ക് വരുന്നത്. ഇന്നു ജനത്തിനായി പൂജാഗിരിയിൽ ബലിയുള്ളതാണല്ലോ. നിങ്ങൾ പട്ടണത്തിൽ ചെല്ലുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം പൂജാഗിരി കയറുന്നതിനു മുമ്പ് തന്നെ അദ്ദേഹത്തെ കണ്ടെത്തണം. കാരണം അദ്ദേഹം വരുന്നതുവരെ ജനം ഭക്ഷിക്കുകയില്ല. അദ്ദേഹം ബലിവസ്തു ആശീർവദിച്ചതിനു ശേഷമേ ക്ഷണിതാക്കൾ ഭക്ഷിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കയറി ചെല്ലുവിൻ. നിങ്ങൾ അദ്ദേഹത്തെ ഇന്ന് തന്നെ കണ്ടെത്തും. അവർ പട്ടണത്തിലേക്ക് കയറി ചെന്ന് നഗരമധ്യേ പോകുമ്പോൾ ഇതാ, സാമുവൽ അവരെ കണ്ടുമുട്ടാനെന്ന വിധം പൂജാഗിരിയിലേക്ക് കയറാൻ പുറപ്പെട്ടു വരുന്നു. സാവുൾ വരുന്നതിന് ഒരു ദിവസം മുമ്പേ കർത്താവ് സാമുവലിനോട് ഇപ്രകാരം ചെവിയിൽ ഓതിയിരുന്നു, നാളെ ഇതേ സമയത്ത് ബെഞ്ചമിൻ ദേശത്ത് നിന്ന് ഒരുവനെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും. അവനെ നീ എൻ്റെ ജനമായ ഇസ്രായേലിൽ നായകനായി അഭിഷേചിക്കണം. അവൻ എൻ്റെ ജനത്തെ ഫിലിസ്ത്യക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. എന്തെന്നാൽ എൻ്റെ ജനത്തെ ഞാൻ കണ്ടിരിക്കുന്നു, അതിൻ്റെ നിലവിളി എൻ്റെ പക്കൽ എത്തുകയും ചെയ്തിരിക്കുന്നു. സാമുവൽ സാവൂളിനെ കണ്ടു. അപ്പോൾ കർത്താവ് അവനെ അറിയിച്ചു, ഇതാ, ഞാൻ നിന്നോട് പറഞ്ഞ ആൾ, ഇവൻ എൻ്റെ ജനത്തിനുമേൽ ഭരണം നടത്തും. സാവൂൾ നഗര കവാട മധ്യേ സാമുവലിനെ സമീപിച്ച് ചോദിച്ചു,
ദീർഘദർശിയുടെ ഭവനം ഏതാണെന്ന് പറയാമോ? സാമുവൽ സാവൂളിനോട് മറുപടിയായി പറഞ്ഞു, ഞാൻ തന്നെയാണ് ദീർഘദർശി. എൻ്റെ മുമ്പേ പൂജാഗിരി കയറിക്കൊള്ളുക. നിങ്ങൾ ഇന്ന് എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കണം. പ്രഭാതത്തിൽ നിന്നെ ഞാൻ പറഞ്ഞയക്കാം. നിന്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ നിനക്ക് വിശദമാക്കാം. ഇന്നേക്ക് 3 ദിവസമായി നിനക്ക് നഷ്ടപ്പെട്ട കവിതകളെ കുറിച്ച് നീ ആകുലചിത്തനാകേണ്ട. കാരണം അവ കണ്ടെത്തപ്പെട്ടിരിക്കുന്നു. ഇസ്രായേലിന്റെ അഭികാമ്യ വസ്തുവെല്ലാം ആർക്കുള്ളതാണ്? നിനക്കും നിന്റെ പിതൃഭവനം മുഴുവനും ഉള്ളതല്ലയോ? സാവൂൾ മറുപടിയായി പറഞ്ഞു, ഇസ്രായേലിന്റെ ചെറിയ ഗോത്രത്തിൽ നിന്നുള്ള ബെഞ്ചമിൻകാരനല്ലേ ഞാൻ? ബെഞ്ചമിൻ ഗോത്രത്തിന്റെ എല്ലാ കുടുംബങ്ങളെക്കാളും എളിയതല്ലേ എൻ്റെ കുടുംബം? പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യം എന്നോട് അങ്ങ് സംസാരിക്കുന്നത്? അനന്തരം സാമുവൽ സാവൂളിനെയും അവന്റെ ഭൃത്യനെയും സ്വീകരിച്ച് ശാലയിലേക്ക് കൊണ്ടുപോയി. അതിഥികളുടെ പ്രമുഖ സ്ഥാനത്ത് അവർക്ക് ഇരിപ്പിടം നൽകി. അവർ 30ഓളം പേരുണ്ടായിരുന്നു. സാമുവൽ പാചകനോട് പറഞ്ഞു, നിന്നോടൊപ്പം എടുത്തുവയ്ക്കാൻ നിന്നോട് പറഞ്ഞ് ഞാൻ നിന്നെ ഏൽപ്പിച്ച പങ്ക് തരുക. പാചകൻ കാൽക്കുറക് ഉയർത്തി അത് പൊക്കിക്കൊണ്ടുവന്ന് സാവൂളിന് മുമ്പിൽ വിളമ്പി. അവൻ പറഞ്ഞു, നീ ഭക്ഷിക്കുക, എന്തെന്നാൽ ഞാൻ ജനത്തെ ക്ഷണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നിനക്ക് വേണ്ടി ഈ നിശ്ചിത സമയത്തിനായി സൂക്ഷിക്കപ്പെട്ടതാണിത്. ഇതാ മിച്ചം നിന്റെ മുമ്പിൽ വച്ചേക്കുക. അന്നു സാവൂൾ സാമുവലിനോടൊത്ത് ഭക്ഷിച്ചു. അവർ പൂജാഗിരിയിൽ നിന്ന് പട്ടണത്തിലേക്ക് ഇറങ്ങി. അവൻ മച്ചിന് പുറത്തായിരുന്നു. സാവൂളുമായി സംസാരിച്ചു. അവർക്ക് നേരത്തെ ഉണരേണ്ടിയിരുന്നു. ഉഷസ്സുയരവേ സാമുവൽ സാവൂളിനോട് മച്ചിലേക്ക് വിളിച്ചു പറഞ്ഞു, എഴുന്നേൽക്കുക, ഞാൻ നിന്നെ പറഞ്ഞയക്കാം. സാവൂൾ എഴുന്നേറ്റു. ഇരുവരും, അവനും സാമുവലും, തെരുവിലേക്ക് പുറപ്പെട്ടു. അവർ നഗര അതിർത്തിയിലേക്ക് ഇറങ്ങിയപ്പോൾ സാമുവൽ സാവൂളിനോട് പറഞ്ഞു, ഭൃത്യനോട് നമുക്ക് മുമ്പേ കടന്നുപോയിക്കൊള്ളാൻ പറയുക. അവൻ കടന്നുപോയിട്ട് നീ തൽക്കാലം നിൽക്കണം. അപ്പോൾ ദൈവവചനം ഞാൻ നിന്നെ കേൾപ്പിക്കാം. സാമുവലിന്റെ 1-ാം പുസ്തകം 10-ാം അധ്യായം. സാമുവൽ എണ്ണപാത്രമെടുത്ത് അവന്റെ ശിരസിൽ ഒഴിക്കുകയും അവനെ ചുംബിക്കുകയും ചെയ്തിട്ട് പറഞ്ഞു, കർത്താവ് തന്റെ അവകാശത്തിന്മേൽ അധിപനായി നിന്നെ തീർച്ചയായും അഭിഷേചിച്ചിരിക്കുകയല്ലേ? ഇന്നു നീ എൻ്റെ അടുത്ത് നിന്ന് യാത്രയാകുമ്പോൾ ബെഞ്ചമിൻ പ്രദേശത്തെ സെൽസാഹിൽ രാഹേലിന്റെ ശവകുടീരത്തിനടുത്ത് 2 ആളുകളെ കണ്ടുമുട്ടും. അവർ നിന്നോട് നീ അന്വേഷിക്കാൻ പോയ കഴുതകൾ കണ്ടെത്തപ്പെട്ടു എന്നും നിന്റെ പിതാവ് ഇതാ കഴുതകളുടെ കാര്യം വിട്ട് എൻ്റെ മകനു വേണ്ടി ഞാൻ എന്തു ചെയ്യും എന്ന് ചോദിച്ച് നിങ്ങളെക്കുറിച്ച് ഉത്കണ്ഠകുലനായിരിക്കുകയാണ് എന്നും പറയും. അവിടെ നിന്നും മുമ്പോട്ട് കടന്നുപോയി ഏലോൺ താബോർ വരെ നീ എത്തുമ്പോൾ ബേഥേലിൽ ദൈവത്തിങ്കലേക്ക് കയറുന്ന 3 ആളുകൾ അവിടെ നിന്നെ കണ്ടുമുട്ടും. ഒരാൾ 3 ആട്ടിൻകുട്ടികളെ വഹിക്കുന്നുണ്ടാകും. മറ്റേയാൾ 3 അപ്പം എടുത്തിട്ടുണ്ടാകും. വേറൊരാൾ ചുമക്കുന്നത് ഒരു തോൽക്കുടം വീഞ്ഞ്. അവർ നിന്നോട് കുശലം അന്വേഷിച്ച് 2 അപ്പം നിനക്ക് തരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നീ അത് സ്വീകരിക്കണം. അനന്തരം ഫിലിസ്ത്യക്കാരുടെ പടയണികൾ ഉള്ള ദൈവത്തിന്റെ ഗിബെയായിൽ എത്തിയിട്ട് പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നീ പൂജാഗിരിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പ്രവാചക ഗണത്തിന് അടുത്തെത്തും. അവർക്ക് മുമ്പേ വീണ, തപ്പ്, കുഴൽ, കിന്നരം എന്നിവ ഉണ്ടായിരിക്കും. അവർ പ്രവചിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ കർത്താവിന്റെ അരൂപി നിന്റെ മേൽ ആവേശിക്കും. നീ അവരോടൊത്ത് പ്രവചിക്കും. അങ്ങനെ മറ്റൊരു വ്യക്തിയായി നീ മാറും. ഈ അടയാളങ്ങൾ നിന്നിൽ സംഭവിക്കുമ്പോൾ ഉചിതമായത് പ്രവർത്തിക്കുക. എന്തെന്നാൽ നിന്നോട് കൂടെയുള്ളത് ദൈവമാണ്. എനിക്ക് മുമ്പേ നീ ഗിൽഗാൽ ഇറങ്ങണം. ഹോമയാഗങ്ങൾ അർപ്പിക്കാനും സമാധാന ബലികൾ നേദിക്കാനുമായി ഞാനും ഇതാ നിന്റെ അടുത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഞാൻ നിന്റെ പക്കൽ എത്തുന്നതുവരെ 7 ദിവസം നീ കാത്തിരിക്കണം. അപ്പോൾ നീ ചെയ്യേണ്ടത് ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം. സാമുവലിന്റെ അടുക്കൽ നിന്ന് പോകാൻ അവൻ പുറം തിരിഞ്ഞപ്പോൾ ദൈവം അവന് മറ്റൊരു ഹൃദയം വച്ചു മാറി. അന്നു തന്നെ ആ അടയാളങ്ങളെല്ലാം യാഥാർത്ഥ്യമാവുകയും ചെയ്തു. അവർ അവിടെ നിന്ന് ഗിബെയായിലെത്തി. അപ്പോൾ അതാ അവനെ കണ്ടുമുട്ടുന്നതിന് ഒരു പ്രവാചക ഗണം ദേവാരൂപി അവന്റെ മേൽ ആവേശിച്ചു. അവനും അവർക്കിടയിൽ പ്രവചിച്ചു.
അവനെ മുമ്പ് പരിചയമുണ്ടായിരുന്നവരെല്ലാം കണ്ടു, ഇതാ അവൻ പ്രവാചകന്മാരോടൊപ്പം പ്രവചിക്കുന്നു. അപ്പോൾ ജനം പരസ്പരം ചോദിച്ചു, കിഷിന്റെ മകന് ഇതെന്തു പറ്റി? സാവൂളും പ്രവാചകരിൽ ഉൾപ്പെട്ടോ? മറുപടിയായി അവിടുത്തുകാരനായ ഒരാൾ ചോദിച്ചു, ആരാണ് അവരുടെ പിതാവ്? അങ്ങനെ സാവൂളും പ്രവാചകരിൽ ഉൾപ്പെട്ടോ എന്നത് ഒരു പഴഞ്ചൊല്ലായി തീർന്നു. പ്രവചിക്കുന്നത് മതിയാക്കി അവൻ പൂജാഗിരിയിലെത്തി. സാവൂളിന്റെ അമ്മാവൻ അവനോടും ഭൃത്യനോടും ചോദിച്ചു, നിങ്ങൾ എവിടെ നടക്കുകയായിരുന്നു? അവൻ പറഞ്ഞു, കഴുതകളെ തേടി നടക്കുകയായിരുന്നു. അത് നിഷ്ഫലമെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ സാമുവലിന്റെ അടുക്കൽ പോയി. സാമുവൽ നിങ്ങളോട് എന്തു പറഞ്ഞുവെന്ന് എന്നോട് വിശദീകരിച്ചാലും എന്ന് സാവൂളിന്റെ അമ്മാവൻ പറഞ്ഞു. സാവൂൾ തന്റെ അമ്മാവനോട് പറഞ്ഞു, കഴുതകൾ കണ്ടെത്തപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം ഞങ്ങളോട് ഉറപ്പായി അറിയിച്ചു. എന്നാൽ സാമുവൽ പറഞ്ഞ രാജ്യത്വ കാര്യം അവൻ അയാളോട് വെളിപ്പെടുത്തിയില്ല. സാമുവൽ ജനത്തെ മിസ്പായിൽ കർത്താവിന്റെ പക്കൽ വിളിച്ചു കൂട്ടി. ഇസ്രായേലരോട് അവൻ പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് ഞാൻ സമുദ്ധരിച്ചു. ഈജിപ്തിന്റെ കയ്യിൽ നിന്നും നിങ്ങളെ പീഡിപ്പിച്ചിരുന്ന സകല രാജ്യങ്ങളുടെയും കയ്യിൽ നിന്നും നിങ്ങളെ ഞാൻ വിമോചിപ്പിച്ചു. എന്നാൽ നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളിലും അത്യാഹിതങ്ങളിലും നിന്ന് രക്ഷയേകുന്നവനായ നിങ്ങളുടെ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് ഞങ്ങളുടെ മേൽ ഒരു രാജാവിനെ അങ്ങ് അവരോധിക്കണം എന്ന് നിങ്ങൾ അവിടുത്തോട് ഇന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഗോത്രങ്ങൾ അനുസരിച്ചും കുലങ്ങൾ അനുസരിച്ചും കർത്തൃസന്നിധിയിൽ അണിനിരക്കുവിൻ. അനന്തരം സാമുവൽ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം തന്റെ അടുക്കൽ വരുത്തി. ബെഞ്ചമിൻ ഗോത്രം തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് ബെഞ്ചമിൻ ഗോത്രത്തെ അതിന്റെ കുടുംബങ്ങൾ അനുസരിച്ച് വരുത്തി. മത്രി കുടുംബം തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ കിഷിന്റെ മകനായ സാവൂൾ തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ അവർ അന്വേഷിച്ചപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. ആൾ ഇതിനകം ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് വീണ്ടും കർത്താവിനോട് ആരാഞ്ഞു. അവനിതാ ഭാണ്ഡങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അവർ ഓടിച്ചെന്ന് അവിടെ നിന്ന് അവനെ കൂട്ടിക്കൊണ്ടുവന്നു. അവൻ ജനമധ്യേ നിലയുറപ്പിച്ചപ്പോൾ തന്റെ തോളിന് മേൽപോട്ട് അവൻ എല്ലാവരെയും കാൾ ഉയരമുള്ളവനായിരുന്നു. സാമുവൽ എല്ലാ ജനത്തോടുമായി ചോദിച്ചു, കർത്താവ് തനിക്കായി തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കണ്ടോ? നിശ്ചയമായും ജനം മുഴുവനിലും അവനെ പോലെ മറ്റാരുമില്ല. അപ്പോൾ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് പറഞ്ഞ് ജനമെല്ലാം ആർത്തു വിളിച്ചു. അനന്തരം സാമുവൽ ജനത്തോട് രാജ്യധർമ്മത്തെ പറ്റി സംസാരിക്കുകയും ഒരു പുസ്തകത്തിൽ എഴുതി കർത്തൃസവിധയും വയ്ക്കുകയും ചെയ്തു. പിന്നീട് സാമുവൽ ജനം മുഴുവനെയും അവനവന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. സാവൂളും ഗിബെയയിലേക്ക് തന്റെ ഭവനത്തിലേക്ക് യാത്രയായി. ദൈവം സ്പർശിച്ച തങ്ങളുടെ ഹൃദയവുമായി ഒരു സൈന്യവും അവനോടൊപ്പം യാത്രയായി. എന്നാൽ ചില കൊള്ളരുതാത്തവർ ചോദിച്ചു, ഇവൻ നമ്മെ എങ്ങനെ രക്ഷിക്കാനാണ്? അവർ അവനെ അധിക്ഷേപിച്ചു. അവന് കാണിക്ക കൊണ്ടുവന്നുമില്ല. അതൊരു ഗൂഢാലോചന പോലെയായിരുന്നു. സുഭാഷിതങ്ങൾ 27-ാം അധ്യായം. നാളെ എന്ന ദിനത്തെ ചൊല്ലി നീ അഹങ്കരിക്കേണ്ട. ഒരു ദിവസം എന്തു കൊണ്ടുവരുമെന്ന് നീ അറിയുന്നില്ലല്ലോ. നിന്റെ വായല്ല അപരിചിതൻ നിന്നെ പ്രശംസിക്കട്ടെ, നിന്റെ അധരങ്ങളല്ല അന്യൻ അത് ചെയ്യട്ടെ. കല്ലിനു ഭാരമുണ്ട്, മണലിന് ഈടുണ്ട്, എന്നാൽ വിഡ്ഢിയുടെ പ്രകോപനം രണ്ടിനെയും കാൽ ഭാരമുള്ളതത്രേ. ക്രോധം ക്രൂരതയാണ്, കോപം കുത്തൊഴുക്കാണ്, എന്നാൽ അസൂയയുടെ മുമ്പിൽ ആര് പിടിച്ചു നിൽക്കും? പരസ്യമായ കുറ്റപ്പെടുത്തലാണ് രഹസ്യമായ സ്നേഹത്തെക്കാൾ മെച്ചം. സ്നേഹിക്കുന്നവന്റെ മുറിപ്പെടുത്തലുകൾ ആത്മാർത്ഥതയുള്ളതാണ്, ദ്വേഷിക്കുന്നവന്റെ ചുംബനങ്ങൾ വഞ്ചനാത്മകവും. ഉണ്ടു നിറഞ്ഞ വ്യക്തി തേൻ ചവിട്ടി തേക്കും, വിശന്നു വലഞ്ഞ വ്യക്തിക്ക് ഏതു കയ്പും മധുരമായിരിക്കും. കൂടുവിട്ടലയുന്ന പക്ഷി എങ്ങനെയോ അങ്ങനെയാണ് സ്വന്തമായ ഇടം വിട്ട് അലയുന്നയാൾ. തൈലവും സുഗന്ധദ്രവ്യവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, എന്നാൽ സ്വന്തം സുഹൃത്തിന്റെ മാധുര്യം ആത്മോപദേശത്തിൽ നിന്നാണ്. നിന്റെ സ്നേഹിതനെയും നിന്റെ പിതാവിന്റെ സ്നേഹിതനെയും നീ പരിത്യജിക്കരുത്. നിന്റെ വിപദ്ദിനത്തിൽ നിന്റെ സഹോദരന്റെ ഭവനത്തിലല്ല പോകേണ്ടത്. അടുത്തുള്ള അയൽവാസിയാണ് അകലെയുള്ള സഹോദരനേക്കാൾ മെച്ചം. എന്റെ മകനെ, നീ ജ്ഞാനിയാവുക, അങ്ങനെ എന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുക.
അതുവഴി എന്നെ നിന്ദിക്കുന്നവന് ഞാൻ ഒരു വാക്ക് തിരികെ നൽകട്ടെ. കൗശലക്കാരൻ ആപത്തു കണ്ട് ഒഴിഞ്ഞു മാറുന്നു. സരളചിത്തർ കടന്നു ചെന്ന് പിഴയൊടുക്കുന്നു. ഒരുവൻ അപരിചിതന് ജാമ്യം നിൽക്കുന്നെങ്കിൽ അവന്റെ കുപ്പായം എടുത്തുകൊള്ളുക. വിദേശിക്കു വേണ്ടിയാണെങ്കിൽ നീ അവനെ തന്നെ പണയമായി എടുക്കുക. പ്രഭാതത്തിൽ നേരത്തെ ഉണർന്ന് അയൽക്കാരനെ ഉച്ചസ്വരത്തിൽ അനുഗ്രഹിക്കുന്നത് അവന് തന്നെ ശാപമായി കണക്കാക്കപ്പെടും. തുടർമയ ദിനത്തിലെ തോരാത്ത ചാറ്റലിനോട് കലഹിക്കുന്ന ഭാര്യ തുലനം ചെയ്യപ്പെടുന്നു. അവളെ കാക്കുന്നവൻ കാറ്റിനെ കാക്കുന്നു. അവൻ തന്റെ വലം കൈയിൽ എണ്ണ ഒതുക്കുന്നു. ഇരുമ്പ് ഇരുമ്പിൽ മൂർച്ച കൂട്ടും. ഒരുവൻ തന്റെ അയൽക്കാരന്റെ വ്യക്തിത്വം മൂർച്ച കൂട്ടും. അത്തിമരം സംരക്ഷിക്കുന്നവൻ അതിന്റെ പഴം തിന്നും. സ്വന്തം യജമാനനെ കാക്കുന്നവൻ ബഹുമാനിതനാകും. മുഖത്തിന് കണ്ണാടിയായിരിക്കുന്നത് എങ്ങനെയോ അങ്ങനെയാണ് മനുഷ്യന്റെ ഹൃദയം മനുഷ്യന്. പാതാളവും നരകവും തൃപ്തി അടയുന്നില്ല. മനുഷ്യന്റെ കണ്ണുകൾ സംതൃപ്തമാകുന്നുമില്ല. വെള്ളിക്ക് ഉല, സ്വർണത്തിന് ചൂള. അതുപോലെയാണ് തന്നെ വിലയിരുത്തുന്ന അധരത്തിന് ഒരു വ്യക്തി. വിഡ്ഢിയെ ധാന്യത്തോടൊപ്പം ഉരലിലിട്ട് ഉലയ്ക്ക കൊണ്ടിടിച്ചാലും വിഡ്ഢിത്തം അവനിൽ നിന്ന് വിട്ടുമാറുകയില്ല. നിന്റെ അജഗണത്തിന്റെ അവസ്ഥ നന്നായി അറിഞ്ഞിരിക്കുക. പറ്റങ്ങളെ നിന്റെ ഹൃദയത്തോട് ചേർക്കുക. എന്തെന്നാൽ സമ്പത്ത് എന്നേക്കും ഉള്ളതല്ല. തലമുറയായി കിരീടമുണ്ടോ? പുല്ല് അപ്രത്യക്ഷമാകുകയും പുതുസസ്യം പ്രത്യക്ഷമാകുകയും ചെയ്യുമ്പോൾ കുന്നുകളിലെ പച്ചക്കറികൾ ശേഖരിക്കപ്പെടും. നിന്റെ വസ്ത്രത്തിന് ചെമ്മരിയാടുകളും നിലത്തിന്റെ വിലയായി കോലാടുകളും ഉണ്ടായിരിക്കും. നിനക്ക് ഭക്ഷണത്തിനും നിന്റെ കുടുംബത്തിന് ആഹാരത്തിനുമായി വേണ്ടത്ര ആട്ടിൻപാലും നിന്റെ ഭൃത്യകൾക്ക് ഉപജീവനവും. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. പെസഹ എന്ന് അറിയപ്പെടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ അടുത്തു. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും അവനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നു. എന്തെന്നാൽ അവർ ജനത്തെ ഭയപ്പെട്ടു. 12 പേരിൽ ഒരുവനും സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവനുമായ യൂദാസിൽ സാത്താൻ പ്രവേശിച്ചു. അവൻ പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ച് എങ്ങനെയാണ് യേശുവിനെ അവർക്ക് ഒറ്റിക്കൊടുക്കേണ്ടത് എന്നതിനെ പറ്റി സംസാരിച്ചു. അവർ സന്തോഷിച്ച് അവന് പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അവൻ സമ്മതിച്ചു. ജനക്കൂട്ടമില്ലാത്തപ്പോൾ അവനെ ഒറ്റിക്കൊടുക്കാൻ അവൻ അവസരം പാർത്തുകൊണ്ടിരുന്നു. പെസഹ കുഞ്ഞാടിന് ബലിയർപ്പിക്കേണ്ട പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിനം വന്നു. യേശു പത്രോസിനെയും യോഹനാനെയും ഇപ്രകാരം പറഞ്ഞയച്ചു: നിങ്ങൾ പോയി നമുക്ക് ഭക്ഷിക്കാൻ പെസഹ ഒരുക്കുവിൻ. അവർ അവനോട് ചോദിച്ചു: ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു: ഇതാ, നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു മൺകുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ കണ്ടുമുട്ടും. അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് അവനെ നിങ്ങൾ പിന്തുടരുക. ആ വീടിന്റെ ഉടമസ്ഥനോട് പറയുക: ഗുരു നിന്നോട് ചോദിക്കുന്നു, എന്റെ ശിഷ്യന്മാരോട് കൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള ശാല എവിടെയാണ്? വിരിച്ചൊരുക്കിയ വലിയൊരു മാളികമുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അവിടെ ഒരുക്കുക. അവർ പോയി അവൻ പറഞ്ഞതുപോലെ കാണുകയും പെസഹ ഒരുക്കുകയും ചെയ്തു. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു, അവനോടൊപ്പം അപ്പസ്തോലന്മാരും. അവൻ അവരോട് പറഞ്ഞു: പീഡ സഹിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കാൻ ഞാൻ അതിയായി ആശിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇനി ഇതിൽ നിന്ന് ഭക്ഷിക്കയില്ല. അവൻ പാനപാത്രമെടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്ത ശേഷം അരുൾ ചെയ്തു: ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു: ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുൾ ചെയ്തു: ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചീന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. എന്നാൽ ഇതാ, എന്നെ ഒറ്റിക്കൊടുക്കുന്നവന്റെ കൈ എന്നോടൊപ്പം മേശമേലുണ്ട്. നിശ്ചയിക്കപ്പെട്ട പോലെ മനുഷ്യപുത്രൻ പോകുന്നു. എന്നാൽ അവനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ ആ മനുഷ്യന് ദുരിതം. തങ്ങളിൽ ആരാണിത് ചെയ്യാനിരിക്കുന്നതെന്ന് അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി. ദൈവവചനമേ, നിത്യജീവന്റെ
രക്ഷയേകിടും സത്യമാർഗമേ എൻ്റെ ആത്മാ